أعوذ بالله من الشيطان الرجيم فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم إنه ليس له سلطان على الذين آمنوا وعلى ربهم يتوكلون إنما سلطانه على الذين يتولونه والذين هم به مشركون. സൂറത്ത് നഹൽ 98 മുതൽ 100 വരെയുള്ള ആയത്തുകളാണ്. നീ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിൽ അഭയം തേടുക. സത്യത്തിൽ വിശ്വസിക്കുകയും എല്ലാ കാര്യങ്ങളും തങ്ങളുടെ രക്ഷിതാവിൽ പരമേൽപ്പിക്കുകയും ചെയ്യുന്നവരെ പിശാചിന് ഒരിക്കലും സ്വാധീനിക്കാനാവില്ല. അവനെ രക്ഷകനായി സ്വീകരിക്കുകയും അവൻ്റെ പ്രേരണയാൽ അള്ളാഹുവിന് പങ്കാളികളെ സങ്കല്പിക്കുകയും ചെയ്യുന്നവരെ മാത്രമേ ആ പിശാചിനെ സ്വാധീനിക്കാൻ കഴിയുള്ളൂ. ഏതൊരാളും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ടാണ് പാരായണം ആരംഭിക്കേണ്ടത്. പിന്നീട് ഒരു സൂറത്തിൻ്റെ തുടക്കം മുതലാണ് ഓതുന്നതെങ്കിൽ ബിസ്മിയും ഓതുക. ഇനി ഒരാൾ ഖുർആൻ ഓതുന്നത് ഒരു സൂറത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ അവിടെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് ഓതിയാൽ മതി എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. പിശാചിൻ്റെ ഏറ്റവും വലിയ ശത്രു വിശുദ്ധ ഖുർആനാണ്. കാരണം മനുഷ്യരെ സന്മാർഗത്തിലേക്കാണ് ഖുർആൻ നയിക്കുന്നത്. എന്നാൽ പിശാചാകട്ടെ ദുർമാർഗത്തിലേക്കും ദുഷിച്ച സംസ്കാരത്തിലേക്കുമാണ് നയിക്കുന്നത്. അതിനാൽ ഒരാൾ ഖുർആൻ ഓതുമ്പോൾ ആ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിൽ രക്ഷ തേടിക്കൊണ്ടായിരിക്കണം ഓതേണ്ടത്. ഇല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ അവൻ ശ്രദ്ധിക്കാതിരിക്കും, പലവിധ ദുഷ്ചിന്തകളും കടത്തിവിടും. ഖുർആനിന് നിരക്കാത്ത പല ദുർവ്യാഖ്യാനങ്ങളും മനസ്സിൽ തോന്നിപ്പിക്കും. ഇതേപോലെ പിശാചിൻ്റെ ദുർമന്ത്രണങ്ങൾക്ക് വിധേയരാകുന്നവരാണ് ഖുർആനെക്കുറിച്ച് സംശയങ്ങളും സന്ദേഹങ്ങളൊക്കെ വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി ഖുർആൻ ഓതുന്നതിലൂടെ തനിക്ക് ഹിദായത്ത് അഥവാ സന്മാർഗം ലഭിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ നേടിയാൽ അതിൻ്റെ ഫലം ഉണ്ടാകുക തന്നെ ചെയ്യും എന്നാണ് ആയത്തിലൂടെ അല്ലാഹു തആല സത്യവിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നത്. ഒരു അടിയുറച്ച സത്യവിശ്വാസിയിൽ ചെകുത്താൻ്റെ സ്വാധീനം ഒരിക്കലും ഉണ്ടാവില്ല. പിശാചിന് അവനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. എന്നാൽ ബഹുദൈവ വിശ്വാസിയും പിശാചിനെ ഭയപ്പെടുകയും അവനെ തൻ്റെ രക്ഷാധികാരിയായി സ്വീകരിച്ചവനും മാത്രമേ പിശാചിൻ്റെ സ്വാധീനത്തിന് വശംവദനാകുകയുള്ളൂ. ഒരാളെയും ബലാത്കാരം വഴിതെറ്റിക്കാൻ പിശാചിന് കഴിയില്ല. അവൻ്റെ ദുർമന്ത്രണങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും കീഴ്പ്പെട്ടവനാണ് പിശാചിൻ്റെ വലയിൽ വീഴുക. ഒരു വീട്ടിൽ പിശാചിൻ്റെ ശല്യം ഇല്ലാതാക്കാൻ സൂറത്തുൽ ബഖറ ബോധപൂർവം ഓതിയാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തില്ലദീ തഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്നും പിശാച് ഓടിപ്പോകും. ഇബ്നു മസ്ഊദിനെ ഉപദേശിച്ചുകൊണ്ട് സല്ലല്ലാഹു പറഞ്ഞു, യബ്നു മസ്ഊദ് ഇത്തഖദി ശൈത്വാന അദുവ്വ ഫഇന്നല്ലാഹ തആല യഖൂൽ ഇന്ന ശൈത്വാന അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ. നീ ഇബ്നു മസ്ഊദെ, നീ പിശാചിനെ നിന്റെ ശത്രുവായി തന്നെ കണക്കാക്കണം. കാരണം അല്ലാഹു തആല ഉപദേശിച്ചിട്ടുണ്ട് ഖുർആനിലൂടെ, തീർച്ചയായും പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അതിനാൽ അവനെ ശത്രുവായി കണക്കാക്കണം. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഒരു വിശ്വാസി എന്ത് ജോലി ചെയ്യുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും ആദ്യം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നും പിന്നീട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രവൃത്തി തുടങ്ങുകയാണെങ്കിൽ ആ പ്രവൃത്തി നന്നായി തീരും. അവിടെ പിശാചിൻ്റെ യാതൊരു ശല്യവും ഉണ്ടാകുകയില്ല. ശുഭപര്യവസായിയായും മാറുകയും ചെയ്യും എന്നാണ് ഈ ആയത്തും അതേപോലെ തന്നെ ഹദീസൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.